തിരുസവിധത്തിൽ ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നിയോഗിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്. അതിൽ പറയുന്നത് കാനന്നാസി യുഹ്ദൂന ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആയിഷത, ആയിഷ റളിയല്ലാഹു തആലയോടൊത്ത് റസൂലുള്ളാഹി അന്തി ഉറങ്ങുന്ന ദിവസം, അന്നാണ് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ നൽകിയിരുന്നത്, സമ്മാനങ്ങൾ സമർപ്പിച്ചിരുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാർക്കിടയിൽ സംസാരമുണ്ടായി. ചില നിവേദനങ്ങളിൽ കാനന്നാസി യതഹറൗൻ എന്നാണ്. ആളുകൾ താല്പര്യപൂർവ്വം അന്വേഷിച്ചതും തേടിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോടൊത്ത് താമസിക്കുന്ന ദിവസത്തെയായിരുന്നു. എന്തിന്? അവർക്ക് ഹദിയ നൽകാൻ. അതുകൊണ്ട് തന്നെ മറ്റു ഭാര്യമാർക്കിടയിൽ അതൊരു സംസാര വിഷയമായി. അവർ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ സമീപിച്ച് പറഞ്ഞത്, മുരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യമുറന്നാസ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കാൻ. എന്തിന്? അവരുടെ ദിവസങ്ങളിലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനങ്ങൾ സമർപ്പിക്കാൻ എന്നുള്ളതാണ്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ നന്മ ഖൈർ കാംക്ഷിക്കുന്നത് പോലെ ഞങ്ങളും നന്മ കാംക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തള്ളിവിടുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പോയി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ദീക്ഷിച്ചു. വീണ്ടും ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറയുന്നുണ്ട്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു. മൂന്നാമതും പറഞ്ഞപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ തിരുസവിധത്തിൽ ചെന്ന് ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പ്രതികരിച്ചത്, യാ ഉമ്മ സലമ ലാ തുദീനി ഫി ആയിഷത, ഉമ്മു സലമ ആയിഷയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കരുത് എന്നാണ്. ഫൈനഹു മാ നസല അലയ്യൽ വഹ്യു വഅന ഫീ ലിഹാഫി ഇംറഅത്തിൻ ഗൈറഹ എന്നും പറഞ്ഞു എന്നാണ്. ഞാൻ നിങ്ങൾ ഭാര്യമാരോടൊത്ത് ഒരു പുതപ്പിന് ചുവട്ടിൽ കിടക്കെ എനിക്കൊരിക്കലും വഹി ഇറങ്ങിയിട്ടില്ല, ഞാൻ ആയിഷയോടൊത്ത് കിടക്കുമ്പോഴല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമയോട് പറഞ്ഞ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ലാ തുദീനി ഫി ആയിഷത, ആയിഷയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് ചെയ്യുകയുണ്ടായി എന്നാണ്. ഇവിടെ മഹദി ആയിഷക്കുള്ള ഒരു സ്ഥാനവും മഹത്വവുമാണ് ഇതൊക്കെ ഉണർത്തുന്നത്, അറിയിക്കുന്നത്. മലക്ക് ജിബ്രീൽ മാനം ഇറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ വിളിച്ച് പറയും, യാ ആയിഷ് ഹദാ ജിബ്രീൽ യുഖ്രിഉകി സലാം. ആയിഷ് എന്നാണ് വിളിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആയിഷ എന്നല്ല ആയിഷ്. ഇതാ ജിബ്രീൽ നിങ്ങൾക്ക് സലാം ഓതുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഅലൈക വഅലാ ജിബ്രീൽ അസ്സലാം എന്ന് പ്രതികരിച്ച് പറഞ്ഞതൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. വളരെയധികം ശാരീരിക കാന്തിയും സൗന്ദര്യവുമുള്ള വെളുത്ത തൊലിപ്പുറമുള്ള ഒരു മഹതിയായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ടാണ് അവർ അൽ ഹുമൈറ എന്ന് വിളിക്കപ്പെട്ടത്.